ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ കൊച്ചിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. സംഭവമൊന്നുമില്ല, എൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഡേറ്റ് നാളെ. അപ്പോൾ ഇന്ന് പോയെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ടയർഡില്ലാതെ എത്തും. അങ്ങനെ എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. രാത്രി നേരം ഉണ്ടായിന്, രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ സൗണ്ടായി പോയിട്ടാ. ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ആക്കാം. അങ്ങനെ അയ്യാനും ടിക്കിലെ കയറിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ കൂടെ വേറെ ആരെല്ലാം ഉമ്മ, അച്ചക്കു, പിന്നെ അച്ചക്കുൻ്റെ ഫ്രണ്ട്, പിന്നെ നമ്മളെ ഫാമിലിത്തെ ഒരു ആൻറ്റിയും വരുന്നുണ്ട്. പിന്നെ അയ്യാനൂട്ടാ. ചുമ്മ ഉപ്പ വരുന്നില്ല, ചുമ്മിന് സ്കൂളുണ്ട്. പിന്നെ ഒന്നാമത് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞതല്ലേ, അതിനെല്ലാം ലീവായതുകൊണ്ട് ഉപ്പ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓള് വന്നിച്ചാട്ടാ. നമ്മൾ ഇതാ പോകുന്നുണ്ട്. എന്താ അറിയില്ലേ, നമ്മൊരു രാവിലെ ഒരു ഉച്ചയാകുമ്പോൾ അങ്ങനെ വിട്ടത് 11:30 12 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ എന്താക്കി പോകുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് അതെല്ലാം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തലങ്ങാനും മാത്രം കൊണ്ടുപോയിട്ടാ. ബാക്കിയത്തിന് ആൻറ്റിക്ക് കാണിക്കാനുണ്ടായത് കൊണ്ട് അഡ്മിറ്റ് ആക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടാണ്. ഞാൻ എന്താക്കി അത് വാങ്ങിയിട്ട് നല്ല ഭംഗി പൊച്ചോണ്ട് ഉറങ്ങിക്കൊണ്ട് പോയതിട്ടാ. അങ്ങനെ ഞാൻ ഏടെ പോകുമ്പോൾ എന്താ പറയുക, ഉറങ്ങുന്ന ക്യാരക്ടറല്ല കേട്ടോ. പക്ഷെ നല്ല ടയർഡുണ്ടായിന്. കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക ടയർഡ്നെസ് ഇന്നും മാറിയിട്ടാ. ആ ഫങ്ഷന് നല്ലോണം നമ്മൾ ഫുൾ എൻജോയ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് ഫുൾ എന്താ പറയുക ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു ബോഡി. അങ്ങനെ എന്താ പറയല്, എനിക്കും അച്ചക്കനെയും നോമ്പുണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് നോമ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു സ്ഥലം വെച്ചിട്ട് ഫുഡ് കഴിച്ച്. പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിന്, ബിരിയാണി മന്തിയുള്ള സ്ഥലത്ത് കയറി പോകരുത്, ഏതെങ്കിലും വെജിറ്റബിൾ കിട്ടുന്ന സ്ഥലം കയറണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല തട്ടലും തട്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടീൻ്റെ ടയറിൻ്റെ കാറ്റ് കുറച്ച് കുറവുണ്ടായത് കൊണ്ട് അടിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ അച്ചക്കനെ വല്ല വിളിക്കുന്നതിന് വല്ല ഗ്യാപ്പിൽ മുങ്ങിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് സംഭവം എന്താ പറയല്, ഞാൻ ഇങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിയിട്ട് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ തിന്നാൻ ഒരു രസം. ഫ്രൂട്ട്സ് അങ്ങനത്തെ ഇത് വാങ്ങി ഒന്നും തോന്നില്ല. ലാസ്റ്റ് ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് അത് ചാടാനാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ സാധനം വാങ്ങിയിട്ട് പോകും. അങ്ങനെ ഇവരത് കഴിയുന്നില്ല കേട്ടോ. കാറ്റടിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് എൻ്റെ ആ പാക്കറ്റ് ഫുള്ളും തീർന്ന്. അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. അപ്പോഴത്തേക്ക് എനിക്കും മുന്നതാ ഈ സ്ഥലത്ത് ഉമ്മനോട് ചോദിച്ചു, ഏടെ ഉമ്മ ഇത് വന്നിട്ടുള്ളത്? ഉമ്മ പറഞ്ഞ് നമ്മൾ ഏതോ ഒരു മാളിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം മനസ്സിലായി കോഴിക്കോട് എത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, നല്ല ഉറക്കിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ നിസ്കരിക്കേണ്ട ഹാളിൽ പോയി, മുകളിൽ പോയി അയൻ്റെ ചക്കുവിനൊക്കെ കൊടുത്തയച്ചിട്ടാ. പിന്നെ അവന് താഴെ പോയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് അവന് കാറിനടുത്ത് പോയിക്കോലുണ്ടായിന്. അപ്പോഴത്തേക്ക് ഇവർ താഴെ പോയിട്ടാകുമ്പോഴത്തേക്ക് അയന് കാറിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇരുത്തിച്ചിട്ടുണ്ടായിന് കേട്ടോ. നല്ല പാങ്ങിൽ എൻജോയ് ആക്കി. പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കിന് ചെക്കനെ കാറിൻ്റെ അടുത്ത് തന്നെ പോന്ന്. നമുക്കറിയില്ലല്ലോ ഓന് കാറിലിരുന്നത്, ഓന് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടാ. അതിന് ഓന് കാറിൻ്റെ അടുത്ത് പോയിക്കോണ്ടുണ്ടായിന്. ഭയ്യ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായത് ഓന് ഈ കാറിനടുത്ത് കാറിലിരുന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്താ പറയുക, എന്താ പറയുക, ഈ മാളിൽ കയറിയെങ്കിൽ അത്യാവശ്യം ഞാൻ അങ്ങനെയൊന്നും സാധനം വാങ്ങിയില്ല കേട്ടോ. ഞാൻ നോക്കും, ഇങ്ങോട്ട് വരും വേണ്ട സാധനം നെക്സ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരും. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഇവിടെ കുറേ ഷോപ്പിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഓഫർ ഉണ്ടായിരുന്നത്. ഈ ടോപ്പിന് ജസ്റ്റ് 200 റുപ്പീസേ ഉള്ളൂ. അത്രയും വേർത്തും തുണിയല്ല. പക്ഷെ വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പെട്ട് വേണ്ട എന്തിനേന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ കുറച്ച് പട്ടി ഷോ. പിന്നെ എന്താ അറിയാല്, അവർക്ക് നോമ്പുണ്ടായത് കൊണ്ട് നമുക്ക് വണ്ടി അവിടെ പാർക്കാക്കിയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് മുങ്ങാന്ന് വിചാരിച്ചു. എന്നുവെച്ചെങ്കിൽ നല്ല ഹോട്ടലിൽ കിട്ടണമല്ലോ, എന്നുണ്ടെങ്കിൽ തപ്പി നടക്കണമല്ലോ, അതൊരു ടാസ്ക് അല്ലേ, നമുക്കറിയാത്ത സ്ഥലമല്ല. അങ്ങനത്തെ പോപ്കോൺ എനിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓനിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിന്നത് ഞാനിട്ടാ. പിന്നെ പോകുന്ന വഴിക്ക് നിസ്കരിക്കാൻ നിർത്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഉമ്മവും ആൻറ്റി അതിലേ നടന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ഇനി ഏടെ ചായ കുടിക്കാൻ നോമ്പുരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ ഇങ്ങനെ ഇട്ടോണ്ടുള്ളത് കേട്ടോ. അങ്ങനെ അയാലും നോമ്പ് ഇപ്പോഴേ മുറിച്ച് കായും തിന്നുകൊണ്ട് ആൾ കുറച്ച് ടയേർഡും ആയി. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് നമുക്ക് രണ്ടാൾക്ക് കിട്ടിയ ചാൻസ് എന്ന് തന്നെ പറയാം. ബാക്കിൽ ഫുള്ള് സീറ്റിൽ കിട്ടി. ഓൻ എൻ്റെ മേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുമ്പോൾ എനിക്കെന്തായില്ലേ ഞാനും ഉറങ്ങി പോകുന്നുണ്ട് സത്യത്തിൽ പറഞ്ഞേ. ഭയ്യ എന്താ പറയുക, നമ്മൾ കുറേ ഹോട്ടൽ തപ്പി പോയി. ഒന്നാമത് ഹോട്ടലിൽ കാണുന്നില്ല. കാണുന്ന കുറച്ച് കുഞ്ഞ് തട്ടക്കടയില്ല.
ഒരു സാധനവും ഇല്ല. ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ആകെ 2-3 ഐറ്റംസ് ഉള്ളത്. ജ്യൂസ് ഇല്ല, അങ്ങനെയില്ല. പിന്നെ നോമ്പൊരിക്കുന്ന സംഭവമല്ല. അപ്പോൾ എന്താ പറയല്ലേ, വേറെ ഏതൊരു ഹോട്ടൽ, എന്തുമാ ഹോട്ടൽ ഇപ്പോൾ പേര് ഇന്നും ഉണ്ട്, ഒരു മിനിറ്റ്, മലബാർ മസാല. അങ്ങനെ ആടെ നിന്ന് വെച്ചിട്ട് ആടുന്ന് എല്ലാ ചായ നോമ്പും എല്ലാം മുറിച്ച് ആടുന്ന് നല്ല പോകുമ്പോഴത്തേക്ക് വേറൊരു കോമഡി ഉണ്ട്. അയാൾ നേരെ ആടെ പോയിട്ട് കാടൻ മുട്ട വേണം നിർന്നിട്ട് അവരോട് ചോദിച്ചെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് നേരെ പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിന്, കുറേ ഉണ്ടായിന്. അതുകൊണ്ട് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിന്. ഭയ്യ കാറിൽ പോകുമ്പോൾ എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് ബുക്കെല്ലാം കൊണ്ടുവന്നത്. പിന്നെ ഈ ഉറക്ക് വിടണ്ടേ, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകണം മൈന്. ഞാൻ പോകുന്ന വഴി ഒരു തൃശ്ശൂർ ആകുമ്പോഴത്തേക്കും റോട്ടുമ്പോൾ ഫുൾ വണ്ടി വെച്ചിട്ട് ഫുൾ ബ്ലോക്ക്. ഒന്നാമത് എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടായിന് കേട്ടോ അവിടെ, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പിന്നെ പറഞ്ഞെങ്കിൽ ഏത് റോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലോക്ക്. ഒന്നാമതാ വയറ്റിന്ന് ഗുളുഗുളൂന്ന് സൗണ്ടും പൈച്ചീറ്റ്. അങ്ങനെ വേറെ മാപ്പിൽ നിന്ന് നോക്കിച്ച് നേരെ വേറെ റോഡിൽ പോയിട്ടാ. പിന്നെ ഒന്നാമത് ഞാൻ ചോദിച്ചെങ്കിൽ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ. ഇനി ആ ഹോട്ടലത്തെ കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ ഹോട്ടലിൽ കിട്ടിയില്ല. വാഷ്റൂം പോടുന്നത്, പിന്നെ ഒരു പെട്രോൾ പമ്പും കിട്ടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഫ്രൂട്ട്സ് എന്തെങ്കിലും ചോദിച്ചാൽ ആ ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടായില്ല, അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവും. ചോക്ലേറ്റ്സും അങ്ങനെ തന്നെ. എന്ത് ഞാൻ ചോദിച്ച സാധനം അങ്ങനെ കിട്ടിയില്ല. ലാസ്റ്റേ അങ്ങനെ ഒരു കിട്ടും. ഭയ്യ ഹോട്ടൽ ഞാൻ ജസ്റ്റ് ചോദിച്ചു പോയി, പിന്നെ ഹോട്ടലില്ലേ ഇല്ല. അങ്ങനെ പോയി ലാസ്റ്റ് കൊച്ചിയിൽ എറണാകുളം എത്താനാകുമ്പോഴത്തേക്കാണ് ഒരു ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ ഒരു കൂതി, എന്തെങ്കിലും ഹോട്ടലിൽ കിട്ടില്ല. മന്തി ചോദിച്ചു നോക്കാണ്. മന്തി ചോദിക്കുമ്പോൾ ഇല്ല, ബിരിയാണി ചോദിക്കുമ്പോൾ അതും ഇല്ല. സാലപ്പോട്ട് കിട്ടിയത് തിന്നാന്ന് വിചാരിച്ചിട്ട് കിട്ടിയത് തിന്നിട്ട് പോയിട്ട് അങ്ങനെ നേരെ റൂമിലെത്തിയിട്ട് അവിടുന്ന് റെസ്റ്റ് ആക്കിയിട്ട് ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം നാളത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. ബായ്.